ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം ബി.ജെ.പി. പ്രചരണ ബോർഡിൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും അപ്പുറം സൗഹൃദമെന്നും സുരേഷ് ഗോപിക്കായുള്ള പ്രചരണ ബോർഡിൽ പറയുന്നു. ഫ്ലെക്സ് ബോർഡ് വെച്ചത് കുടുംബത്തിന്റെ അറിവോടെ അല്ലെന്ന് ഇന്നസെന്റിന്റെ കുടുംബം പറയുകയാണ്. പരാതി നൽകുന്ന കാര്യം പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബം പറയുന്നുണ്ട്. കെ.ബി. ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് അതും LDF-ന് ഒപ്പമുള്ള സഞ്ചരിച്ച LDF-ന്റെ മുൻ MP കൂടിയായ ഇന്നസെന്റ് ചിത്രം BJP ബോർഡിൽ വരുമ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് തന്നെ LDF ഉന്നയിക്കും? ഇന്നസെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഇന്നസെന്റിന്റെ കുടുംബമൊക്കെ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പ്രജീഷ്, ഇന്നസെന്റിന്റെ ജന്മനാടായിട്ടുള്ള ഇരിങ്ങാലക്കുടയിൽ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുള്ളത്. അതായത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം ഇന്നലെ മുതൽ തുടങ്ങിയിരുന്നു. ഈ ഉത്സവത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണ ബോർഡ് വന്നിരിക്കുന്നത്. ഈ പ്രചാരണ ബോർഡിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഇന്നസെന്റുമുണ്ട്. എല്ലാത്തിനും അപ്പുറം സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സിനിമാ താരവും അതുപോലെ തന്നെ ഇടതിൻ്റെ മുൻ MP കൂടിയായിട്ടുള്ള ഇന്നസെന്റ് ചിത്രം ഇതിൽ വന്നത് വലിയ അമ്പരപ്പ് ഉളവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. ഇന്നസെന്റ് കുടുംബത്തോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഇത് തങ്ങളുടെ അറിവോടോ സമ്മതത്തോടോ കൂടിയല്ല ഇങ്ങനെ ഒരു പ്രചാരണ ബോർഡ് വന്നിരിക്കുന്നത് എന്നാണ് ഈ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടിയോട് ആലോചിച്ച് പരാതി ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇന്നസെന്റ് കുടുംബം പ്രതികരിക്കുന്നത്. ഏതായാലും ഈ അവസാന ലാപ്പിൽ ഇനി പ്രചാരണം തീരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഇങ്ങനെ ഒരു പ്രചാരണ ബോർഡ് വന്നത് ഏതായാലും വല്ലാത്ത ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം കൂടിയാണ്. രണ്ടുപേരും സിനിമാ താരങ്ങളാണ്. അതിനാൽ അവർ തമ്മിലുള്ള സൗഹൃദത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചത് എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. എന്നാൽ സിനിമാ താരം എന്നതിനപ്പുറം 2 തവണ ചാലക്കുടി മണ്ഡലത്തെ പ്രതികരിച്ച MP കൂടിയാണ് ഇന്നസെന്റ് എന്നുള്ള കാര്യം കൂടി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.